പോളിറ്റ് ബ്യൂറോ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തപ്പോൾ ഓപ്പറേഷൻ താമര എന്ന് പേരിട്ടും പ്രത്യേകിച്ച് പേരൊന്നും ഇടാതെയും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിച്ച് അതിൽ ഒരു കൂട്ടം ആളുകളെ വിശേഷിച്ച് എം പിമാരെയും എം എൽ എമാരെയും സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരുന്ന വളരെ മ്ലേച്ഛമായ ഒരു രാഷ്ട്രീയ കച്ചവട തന്ത്രം BJP പിന്തുടരുന്ന കാര്യം ഗൗരവമായി പാർട്ടിയുടെ PB ചർച്ച ചെയ്യുകയുണ്ടായി. അത് തൃണമൂലിൻ്റെ കാര്യത്തിൽ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ, അതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ MPമാരെ കൂട്ടത്തോടുകൂടി കാലുമാറ്റുക, വില കൊടുത്ത് വാങ്ങുക, എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കറിയാം. അപ്പോൾ ഇതൊരു പദ്ധതിയായി BJP മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജനാധിപത്യ തത്വങ്ങളെയും ജനപ്രാതിനിധ്യ നിയമത്തെയും കാലുമാറ്റ നിരോധന നിയമത്തെയും ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കച്ചവട തന്ത്രങ്ങൾ BJP ഭരണം RSS എന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള BJP യൂണിയൻ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അഴിമതിവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമവിരുദ്ധമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് SIRും ഇതിനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം PB ചർച്ച ചെയ്തു. ഇതിനെക്കുറിച്ച് വിശദമായി ജൂലൈ മധ്യത്തിൽ ചേരുന്ന ജൂലൈ 11 തൊട്ട് 13 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം, സാധാരണ 3 മാസത്തിലൊരിക്കൽ നടക്കേണ്ട കേന്ദ്ര കമ്മിറ്റി 1.5 മാസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കുകയാണ്. ഈ അസാധാരണ രാഷ്ട്രീയ സംഭവവികാസങ്ങളും അതോടൊപ്പം പശ്ചിമബംഗാളിൽ ആദ്യമായി BJP ഭരണം പിടിച്ചിരിക്കുകയാണ്. അത് വളരെ അസാധാരണമായൊരു സാഹചര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അപ്രതീക്ഷിതവും അസാധാരണവുമായൊരു തിരിച്ചടിയേറ്റു. തമിഴ്നാട്ടിൽ വളരെ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അരനൂറ്റാണ്ടിനിടയ്ക്ക് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് അറിയപ്പെടുന്ന DMKയോ ADMKയോ അവരുടെ കൂട്ടുകെട്ടോ ഭരണത്തിൽ വരുന്നതിന് പകരം വളരെ കുറഞ്ഞ കാലം മാത്രം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ശ്രീ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം അവിടെ ഭരണത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതും സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സംഭവവാസികൾ. ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ രൂപം നൽകി. അതും ഈ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിന് പുറമേ പോളിറ്റ് ബ്യൂറോ 2 രേഖകൾ കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന്, ആദിവാസി മേഖലയിൽ നടക്കുന്ന പ്രവർത്തനാനുഭവങ്ങൾ അപഗ്രഥിക്കുന്ന റിപ്പോർട്ടാണ്. മറ്റൊന്ന്, പാർട്ടിക്കുള്ളിൽ കടന്നുകൂടുന്ന പാർട്ടിക്ക് നിരക്കാത്ത പ്രവണതകൾക്ക് വിരാമമിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റുതിരുത്തൽ പ്രവർത്തനമുണ്ട്. ആ തെറ്റുതിരുത്തൽ പ്രവർത്തനത്തിന് ആധാരമാവാനുള്ള രേഖ, അതും PB അന്തിമ രൂപം നൽകുകയുണ്ടായി. ഇത്തവണ പാർട്ടി തെറ്റുതിരുത്തൽ പ്രവർത്തനത്തിന് ആധാരമാക്കിയെടുക്കേണ്ട വിഷയങ്ങൾ, അതൊന്ന്, പാർലമെൻ്ററിസത്തിൻ്റെ ഒരു വലിയ സ്വാധീനം പാർട്ടിയുടെ പല തലങ്ങളിൽ ബാധിച്ചിരിക്കുന്നു. പാർലമെൻ്ററിസം എന്ന് പറയുമ്പം പാർലമെൻ്ററി അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെമ്പലാണ് ഒന്ന്. മറ്റൊന്ന്, പാർലമെൻ്ററി സമ്പ്രദായത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താമെന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഈ 2 പ്രവണതകളും പാർട്ടിയിൽ ശക്തിപ്പെടുന്നു. പാർട്ടിയുടെ പല തലങ്ങളിലും നേതൃത്വത്തിലും പെട്ടവരിലും പോലും ഇത്തരം തെറ്റായ പ്രവണതകൾ കടന്നുകൂടുന്നു. അത് ഗൗരവമായ ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ള ഒരു രേഖ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ അവസാനമായി പറയാനുള്ളത് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളകളാണ്. അപ്പോൾ ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഭഗീരഥ് ചൗധരി എന്ന് പറയുന്ന
MOS ഫോർ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള ഒരു പദ്ധതി, അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റിക്ക് 99 ലക്ഷം രൂപ നൽകിയിരിക്കുകയാണ്. ഇത് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ നടക്കുന്ന അഴിമതിയുടെ പണാപഹരണത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. വലിയ തോതിൽ കമ്മീഷനുകൾ വാങ്ങുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതിന് സമാന്തരമായിട്ടാണ് RSSും BJPയും നിയന്ത്രിക്കുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന തീവെട്ടിക്കൊള്ളകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഞാൻ മോഷ്ടിക്കില്ല, ആരെയും മോഷ്ടിക്കാൻ അനുവദിക്കുകയില്ല എന്ന വലിയ ഗീർവാണം മുഴക്കിയ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മോഹൻ ഭഗത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഭരണം, യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം നടത്തുന്ന അഴിമതിയും പണം വെട്ടിപ്പും തീവെട്ടിക്കൊള്ളയും ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ, തങ്ങൾക്ക് BJPയുടെ പിന്നാലെ പോയ ജനങ്ങൾക്ക് തങ്ങൾ കാണിച്ച തെറ്റ് സ്വയം തിരിച്ചറിയാനൊക്കെയുള്ള അവസരമായി മാറും. അത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായൊരു ക്യാമ്പയിനായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും പാർട്ടി PB തീരുമാനിക്കുകയുണ്ടായി. ഈ തെറ്റുതിരുത്തൽ രേഖ എന്ന് പറയുന്നത്, അതായത് നാട്ടിലെ ഈ പാർലമെന്ററി അധികാരങ്ങളോട് മുതിർന്ന നേതാക്കളടക്കം വല്ലാത്തൊരു താല്പര്യം, അത് കുതി കാട്ടുന്നു, അത് പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമാകുന്നു, അതാണോ? അല്ല, പാർട്ടിയുടെ ഹൗറ പ്ലീനം മുതൽ പാർട്ടിക്കുള്ളിൽ കടന്നുകൂടുന്ന തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന് നിരക്കാത്ത പലതരം തെറ്റായ പ്രവണതകളുണ്ട്. അതിലൊരു തെറ്റായ പ്രവണതയാണ് എത്രയോ കാലമായി റഷ്യയിലെ ബോൾഷെവിക് പാർട്ടിയുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പാർലമെൻ്ററി അവസരവാദം. അത് പാർട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവുകളാണല്ലോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന പലരും UDFൻ്റെ സഹായത്തോടുകൂടി മത്സരിക്കാനും ജയിക്കാനുമൊക്കെ ഒരുമ്പിട്ടിറങ്ങിയത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പാർട്ടി ചർച്ച ചെയ്യാൻ പോവുകയാണ്. പാർട്ടി ചർച്ച ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളോട് പറയാം. വളരെ വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ പാർലമെന്റ് ശത്രുവിടെ, അതായത് ജനാധിപത്യത്തിലൂടെ എല്ലാം നേടാം, പാർട്ടിയുടെ കാര്യങ്ങൾക്ക് നേടാം എന്നൊരു വ്യാമോഹം കൂടി കൂടുതലായിട്ട് പാർട്ടി അണികളിലുണ്ടെന്ന് കൂടി അത് കൂടി പറഞ്ഞു. ജനാധിപത്യത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ പാർലമെൻ്ററി സമ്പ്രദായമുണ്ടല്ലോ, ആ പാർലമെൻ്ററി സമ്പ്രദായത്തിലൂടെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താം എന്ന് കരുതുന്നത് ഒരു അമിതമോഹമാണ്. അല്ലല്ലോ, ഇല്ല, സായുധ വിപ്ലവത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതല്ല, സമാധാനപരമായ മാർഗത്തിലൂടെ സമത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ് CPIMൻ്റെ പരിപാടി എന്നുള്ളത്. ആ പരിപാടി തന്നെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, ഇതിൽ മറ്റ് വിശദാംശങ്ങളിലേക്കില്ല. ഇത് സംബന്ധിച്ച രേഖ പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. തുടർന്ന് പാർട്ടിയിലുടനീളം ചർച്ച ചെയ്ത് ഞാൻ ഉൾപ്പെടെ തിരുത്തേണ്ടത് ആരെല്ലാമാണ് എന്നുള്ളത് പാർട്ടി ചർച്ച ചെയ്ത് തിരുത്തും. സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അതൊന്നും അതെല്ലാം തമിഴ്നാട് നേതാക്കന്മാർ വിശദീകരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.